ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി സീക്രട്ട് ചാനൽ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നസാര ഹിന്ദി സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ പാഠഭാഗമായ മൗസം ബർസാത്ത് എന്ന പാഠഭാഗമാണ്. ഇനി നമുക്ക് പാഠത്തിലോട്ട് പോകാം. ഇവിടെ ഒരു ടീച്ചറുണ്ട്, കുട്ടികളുണ്ട്, ക്ലാസ് എടുക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നോക്കാം. വേ സ്കൂൾ പഹുഞ്ചത്തെ ഹൈ, അവർ സ്കൂളിലേക്ക് എത്തുന്നു. സ്കൂളിലേക്ക് എത്തിയിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇനി ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇസ് സാൽ കാ പഹലാ ദിൻ, ഈ വർഷത്തിലെ പഹലാ ദിൻ ആദ്യത്തെ ക്ലാസ് ദിവസമാണ് ഇവിടെ. പഹലാ ക്ലാസ് ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പം ഈ വർഷത്തിലെ പഹലാ ദിൻ ഫസ്റ്റ് ഡേ ആണ്. ഏതിൻ്റെ ഡേ ആണ്? പഹലാ ക്ലാസ് ആദ്യത്തെ സ്കൂൾ ദിവസത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. ഇനി ടീച്ചർ കുട്ടികളോട് പറയാണ്, ബച്ചോം കുട്ടികളെ, ഹം അപ്പനെ നന്നെ ഭായി ബഹനോം കാ സ്വാഗത് കരേ, ഞാൻ അപ്പനെ നന്നെ ഭായി ബഹനോം കാ ചെറിയ സഹോദരി സഹോദരന്മാരെ എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടീച്ചർ കുട്ടികളോട് പറയാണ്. ഇനി നമുക്ക് പാഠത്തിലോട്ട് പോവാം. ഈ ടീച്ചർ കുട്ടികളോട് പറയാണ്, ബച്ചോം കുട്ടികളെ, ഏക്ക് ഗീത് ഗായേ, എന്താണ്? ഒരു പാട്ട് പാടാം. ഗീത് പറഞ്ഞാൽ പാട്ടാണ്. അപ്പം ഒരു പാട്ട് നമുക്ക് പാടാമെന്ന് ടീച്ചർ കുട്ടികളോട് പറയണം. ഫസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. ഇനി അതിൻ്റെ ഹെഡിങ് നോക്കാം. മൗസം ബർസാത്ത് ക. മൗസം ബർസാത്ത് ക എന്ന് പറഞ്ഞാൽ മഴക്കാലം എന്നാണ് അർത്ഥം വരുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇതൊരു പാട്ടാണ് കേട്ടോ. अपने घर बादल से निकल कर बूंदे भाग्य अपने पर इधर आई, धरती पर गिरने से पहले पर्वत से जा टकराई. അതായത് മഴത്തുള്ളി പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം കേട്ടോ. അപ്പനെ ഗർ ബാദൽസെ, അപ്പനെയാണ് സ്വന്തം, ഘർ ബാദൽസെ വീടായ മേഘത്തിൽ നിന്നും, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം, മേഘത്തിൽ നിന്നും, നിക്കൽക്കർ ബൂന്തേ പുറപ്പെട്ട മഴത്തുള്ളി, ഭാഗ്യ അപ്പനെ പർ ഇതരായി ഭാഗ്യമാണെന്ന് സ്വയം അഭിമാനിക്കുന്നു. അപ്പോൾ മഴത്തുള്ളി മഴമേഘത്തിൽ നിന്നും പുറപ്പെട്ടിട്ട് പിന്നെ ഉള്ള വാക്കുകളാണിത്. മഴത്തുള്ളി പുറപ്പെട്ടിട്ട് പറയാണ് ഭാഗ്യം എന്ന് സ്വയം അഭിമാനിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചു നോക്കാം. ധർത്തി പർ ഗിർനെ സെ പഹലെ, ധർത്തി പർ ഭൂമിക്ക് മുകളിൽ, ഗിർനെ സെ പഹലെ വീഴുന്നതിന് മുമ്പായിട്ട്, പർവ്വത് സേ ജാ ടക്കരായ പർവ്വതത്തിൽ ചെന്നിട്ട് ഇടിച്ചു. ആരാണ്? മഴത്തുള്ളിയാണ് ഇതിലെ. അപ്പം മേഘത്തിൽ നിന്ന് പുറപ്പെട്ട മഴത്തുള്ളി ഭൂമിയിലോട്ട് താഴോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് സംഭവിച്ചത്? പർവ്വതത്തിൽ ചെന്നിട്ട് ടക്കരായി ഇടിച്ചു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലഗി ടപക്കിനെ ടപ് ടപ് ബൂന്തേ, ധർത്തി മാതാ ബി ഹർഷായി, ബच्चे दौड़ घर से बाहर गाते, വർഷ് ആയി വർഷ് ആയി. ഇനി മഴത്തുള്ളി ഭൂമിയിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലഗി ടപക്കിനെ ടപ് ടപ് പൂന്തേ, മഴ ഇങ്ങനെ തുള്ളികളായിട്ട് ഇങ്ങനെ പെയ്യാൻ തുടങ്ങി. ലഗി എന്ന് പറഞ്ഞാൽ തുടങ്ങി. ഇങ്ങനെ ടപ് ടപ് എന്ന ശബ്ദത്തോടു കൂടി ഭൂമിയിലോട്ട് മഴ വീണ് തുടങ്ങി. ആ സമയത്ത് ധർത്തി മാതാ ബി ഹർഷായി, ധർത്തി മാത എന്ന് പറഞ്ഞാൽ ഭൂമി മാതാവ് കൂടി, ഹർഷായി സന്തോഷിച്ചു. അപ്പം മഴ പെയ്യുമ്പം ഭൂമി മാതാവ് സന്തോഷിച്ചു എന്നാണ് ഈ രണ്ട് വരി.
ബച്ചെ ദൗഡ് കുട്ടികൾ ഓടി. ഗർസെ ബാഹർ വീട്ടിൽ നിന്നും പുറത്തേക്ക്. മഴ വന്നപ്പം വീട്ടിൽ നിന്നും പുറത്തേക്ക് കുട്ടികൾ ഓടുകയാണ്. എങ്ങനെയാണ് ഓടുന്നത്? ഘാത്തെ പാടിക്കൊണ്ടാണ് ഓടുന്നത്. എന്ത് പാടിക്കൊണ്ടാണ്? വർഷായി വർഷായി, മഴ വന്നു മഴ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പാട്ട് പാടി പുറത്തേക്ക് ഓടുകയാണ് അല്ലേ. അപ്പം മഴ തുടങ്ങിയപ്പം ഭൂമി മാതാവ് സന്തോഷിച്ചു. പിന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മഴ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് മഴ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. ഇനി അടുത്ത വരി നമുക്ക് നോക്കാം. ഭരെ തലയ്യ മച്ചലി റാണി ആക്കർ ബോലി കിനാരെ അബ് ന പക്കട് പാവോगे മുജിക്കോ ഓ ബയ്യ മച്ചുവാരെ. അതായത് മഴ പെയ്തിട്ട് കുളം നിറയെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വറ്റി വരണ്ട കുളം മഴ പെയ്തു തുടങ്ങിയപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ആ സന്തോഷമാണ് ഇവിടെ കാണിക്കുന്നത്. ബരെ തലയ്യ മച്ചലി റാണി ആക്കർ ബോലി കിനാരെ. അതായത് ആക്കർ എന്ന് പറഞ്ഞാൽ വന്നിട്ട്, ബോലി പറഞ്ഞു, കിനാരെ തീരത്തേക്ക് വന്നിട്ട് പറയാണ്. ആരാ പറയുന്നത്? മച്ചലി റാണി, അതായത് മത്സ്യകന്യക. എന്താ പറയുന്നത്? ബരെ തലയ്യ, എന്താണ്? കുളം നിറയെ നിറഞ്ഞിരിക്കുന്നു വെള്ളമെന്ന് മത്സ്യകന്യക സന്തോഷത്തോട് കൂടിയിട്ട് പറയാണ് കേട്ടോ. എന്നിട്ട് എന്താ പറയണത്? അബിന്ന പക്കട് പാവോगे മുജിക്കോ, അബിന്ന പക്കട് പാവോगे, ഇനി ഇപ്പോൾ എന്നെ പിടിക്കാൻ പറ്റില്ല. മുജിക്കോ, എന്നെ പിടിക്കാൻ ഇനി പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? കുളം നിറയെ വെള്ളം നിറഞ്ഞതുകൊണ്ട് ഇനി എന്നെ ഇപ്പോൾ പിടിക്കാൻ പറ്റില്ല. ആരാണ് പിടിക്കണത്? ഓ ബയ്യ മച്ചുവാരെ, അല്ലയോ സഹോദര. എന്താണ്? പിന്നെ മത്സ്യം പിടിക്കുന്ന ആളുണ്ടല്ലോ, മുക്കുവനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മത്സ്യത്തൊഴിലാളിയെ കുറിച്ചിട്ടാണ്. അല്ലയോ സഹോദര മത്സ്യത്തൊഴിലാളി, കുളത്തിൽ നിറയെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇനി എന്നെ പിടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. സന്തോഷത്തോട് കൂടിയിട്ട് മത്സ്യകന്യക പറയുന്ന വാക്കുകളാണ് ഇത് കേട്ടോ. ഇനി അടുത്ത വരി നമുക്ക് നോക്കാം. ഇവിടെ പൂരിപ്പിക്കാനാണ്, ഇതൊക്കെ ഫില്ലപ്പ് ആക്കാനാണ്. അപ്പം എങ്ങനെ ഇത് ഫില്ലപ്പ് ആക്കുക എന്ന് പറയാം. മേണ്ടക്ക് രാജ നീന്ത് സേ ജാഗെ. അതായത് മേണ്ടക്ക് രാജ, തവള രാജാവ്, നീന്ത് സേ ജാഗെ, ഉറക്കത്തിൽ നിന്നും ഉണർന്നുകൊണ്ടിട്ട് പറയുന്ന വാക്കുകളാണ്. ഇനി ഇവിടെ എഴുതേണ്ടത് ഇതേ വാക്കുകൾ തന്നെ. അതായത് ഈ ലാസ്റ്റ് 2 വരിയുണ്ടല്ലോ, പിന്നെ പക്കട് പാവോगे മുജിക്കോ ഓ ബയ്യ മച്ചുവാരെ, ഇപ്പോൾ ഇനി എന്നെ പിടിക്കാൻ കഴിയില്ല, അല്ലയോ മത്സ്യത്തൊഴിലാളി എന്നുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. പിന്നെ പക്കട് പാവോगे മുജിക്കോ ഓ ബയ്യ മച്ചുവാരെ. ഇത്രയും എഴുതിയാൽ മതി ഈ പാഠത്തിൽ. ഇനി ഈ പാഠത്തിലെ പിന്നെ മീനിങ്സുകളും ക്വസ്റ്റ്യനും ആൻസറും നമുക്ക് നോക്കാം. ബൂന്തേം എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ്, പർവ്വത് മൗണ്ടെയിൻ, ഹർഷായി വെരി ഹാപ്പി, വർഷ് റെയിൻ, മച്ചലി ഫിഷ്, തലയ്യ പോണ്ട്, ആയ കെയിം. ഇത്രയാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട മീനിങ്സുകൾ. ഇനി ക്വസ്റ്റ്യനും ആൻസറും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൂന്തോം കാ ഘർ യഹാം ക്യാ ഹെ. അതായത് മഴത്തുള്ളിയുടെ വീട് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മഴത്തുള്ളിയുടെ വീട് ഏതാണ്? ബാദൽ, മേഘം. ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. 1 വേർഡ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത്, ധർത്തി മാതാ ക്യോ ഖുഷ് ഹോത്തി ഹെ. ഭൂമി മാതാവ് എന്തുകൊണ്ടാണ് സന്തോഷിച്ചത്? അതിൻ്റെ പിന്നെ ഉത്തരം ബാരിഷ് ആയ. എന്താണ് ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ ആയ വന്നു. മഴ വന്നതുകൊണ്ടാണ് ഭൂമി മാതാവ് സന്തോഷിച്ചത്. ഇത്രയുമാണ് ഈ പാഠം ഉള്ളത്.
ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.